നമസ്കാരം. അപ്പൊ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സർപ്രൈസ് പ്ലസ് ഒരു ഗെയിമിംഗ് വീഡിയോ ആണ്. അപ്പൊ എന്താണെന്ന് മാളൂസ് പറ. നമ്മുടെ ചേട്ടന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ ജൂലൈ 29 ബർത്ത്ഡേ ആയിട്ട് ഞങ്ങളൊരു സർപ്രൈസ് പ്ലാൻ ചെയ്ത് ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഷൂട്ട്, രശ്മിയുടെ ഷൂട്ടിന് വന്നതാ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ അങ്ങ് നിന്നു. പക്ഷെ ചേട്ടൻ അറിയത്തില്ല ഞങ്ങൾ ചിങ്ങോലി പോയെന്നാണ് വിചാരം. അപ്പൊ ഞങ്ങള് അച്ഛനും അമ്മയെ ഇന്നലെ ഞങ്ങൾ പ്ലാൻ ചെയ്തായിരുന്നു ഞങ്ങൾ ഇവിടെ തന്നെ സ്റ്റേ ചെയ്യാം. എന്നിട്ട് അച്ഛനും അമ്മ വൈകുന്നേരത്ത് ബസ് ഇറങ്ങി വോക്കവന്ന് ഇറങ്ങും. ഞാൻ പോയി വിളിച്ചു വന്ന്. അപ്പൊ ഞങ്ങളെല്ലാം ഇവിടെ സെറ്റാണ്. ചേട്ടൻ വിചാരിച്ചേക്കുന്നത് ഞങ്ങൾ ഷൂട്ടൊക്കെ കഴിഞ്ഞ് പോയി എല്ലാം സെറ്റാന്ന് പറഞ്ഞിരിക്കുവാണ്. അപ്പൊ ഇവിടെ ഞങ്ങൾ വിചാരിച്ചിരിക്കുന്ന ചേട്ടൻ വരുന്നത് അവരിവിടെ നോർമലായിട്ട് നിച്ചൂസ് ചേച്ചി ഋതുക്കൂട്ടൻ നോർമലായിട്ട് TV കണ്ടോണ്ടിരിക്കുക. ഞങ്ങള് അങ്ങനെ പ്ലാൻ ചെയ്യുന്നു. ഞങ്ങള് റൂമിനകത്ത് നിന്നിട്ട് അങ്ങനെ ഇല്ലെന്ന അതൊക്കെ വഴിയെ കാണാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. പിന്നെ വേറൊരു കാര്യം, നമ്മള് വന്ന കാറ് പിന്നെ ബാക്കി ചെരുപ്പ് കാര്യങ്ങള് എല്ലാം മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഒരു ക്ലൂ പോലും കൊടുത്തിട്ടില്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇനിയിപ്പം ചേട്ടന് മനസ്സിലാവില്ലയോ എന്ന് അറിയത്തില്ല. നമുക്ക് ലാസ്റ്റ് ചേട്ടന്റെ റിയാക്ഷൻ ചോദിക്കാം, എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവില്ലോ എന്ന്. ഓക്കെ പോവാ. ചേട്ടൻ വന്നിട്ടുണ്ട്. Ready, 1, 2, 3, start. Happy birthday to you! Happy birthday to അയ്യോ, സർപ്രൈസ് ആയിട്ടുണ്ട്. അപ്പം കുഞ്ഞ മിണ്ടിയില്ല കേട്ടോ. വേണ്ട, ഞങ്ങൾ ഇപ്പൊ എന്തെങ്കിലും ഡൗട്ട് വന്നിട്ടുണ്ടോ? എന്തെങ്കിലും ഡൗട്ട്? ഞാൻ ആദ്യം കേറി വരുമ്പോ വിചാരിച്ച് അടച്ചിട്ടേക്കുന്നുണ്ട്, വിചാരിച്ച് ഇവിടെ കേക്കൊക്കെ വെച്ചിട്ടുണ്ടാവുമായിരിക്കും. നിങ്ങളുണ്ടെന്നുള്ള ഒരു ക്ലൂ ഉണ്ടായിരുന്നില്ല. ഉച്ചക്ക് പോയല്ലോ. താങ്ക് യു നിച്ചന്റെ കലാവിരുത്. കുഞ്ഞു മുമ്പേ ഭയങ്കര കൈകൊട്ടലായിരുന്നു. കൈകൊട്ടിക്ക ചെറിയൊരു ഗിഫ്റ്റ്. ഓഫീസിൽ കൊണ്ട് കൊടുത്ത സർപ്രൈസ് ഉള്ള നേരം നമ്മള് തുറന്നു നോക്കിയില്ല. അപ്പൊ അതെ, ഈ ഒരു ബർത്ത്ഡേ ഇത്രയും കളറാവുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഗിഫ്റ്റുകളുടെ ബഹളം ആദ്യമായിട്ടൊന്ന് കുറെ നാൾക്ക് ശേഷം ആദ്യമായിട്ടൊന്ന് ഇത്രയും ഗിഫ്റ്റുകൾ കിട്ടുന്നു. 1-2 ഗിഫ്റ്റ് ഒക്കെ കിട്ടാറുള്ളത്, ഇപ്പൊ ഒരുപാട് ഗിഫ്റ്റ് ഉണ്ട്. അപ്പൊ ഈ ഗിഫ്റ്റ് ഇവര് ഓഫീസിൽ കൊണ്ടുവന്ന് എനിക്ക് സർപ്രൈസ് ആക്കിയ ഗിഫ്റ്റ് ആണ്. അപ്പൊ അമ്മ അവിടെ വെച്ച് ജസ്റ്റ് ഓപ്പൺ ആക്കിയുള്ളായിരുന്നു. അപ്പം ഫുള്ളൊന്നും അൺബോക്സ് ചെയ്യാം. അപ്പൊ ഇപ്പം 2 പുതിയ ഗിഫ്റ്റും കൂടെ വന്നിട്ടുണ്ട്. ചേച്ചിയുടെ വക ഇത് എന്റെ പ്രിയതമ്മയുടെ വക. ഓപ്പൺ ആക്കാം. എന്റെ പ്രിയപ്പെട്ട ചോക്ലേറ്റ് ഒക്കെ തീർന്നു. ഇവിടെ കൊറേ ചോക്ലേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. വൈറ്റ് ഷൂ. ഞാൻ ഇടയ്ക്ക് പറഞ്ഞായിരുന്നു വെള്ള ഷൂ വാങ്ങണമെന്ന്. പിന്നെ ഷർട്ട്, അല്ല അത് ഷർട്ട്, പിന്നെ പെർഫ്യൂം യാഡ്ലി. അവന്റെ ചൂസിന്റെ ഗിഫ്റ്റ് ഞങ്ങൾ ഓപ്പൺ ആക്കുകയാണ്. കൈ അടിച്ച് പ്രോത്സാഹിപ്പിക്കും. നമ്മൾ ഓരോന്ന് അൺബോക്സ് ചെയ്യുമ്പോൾ കൈ അങ്ങനെ വേണം. അതിനൊരു ഇത് കൊടുക്കും. എങ്കിലേ അതിനൊരു ഓളം ഉള്ളത് തന്നെ. നല്ല കുഞ്ഞിക്ക് എല്ലാത്തിനും ഒന്ന് കൈയടിയാ.
മിണ്ടാതിരിക്കാനും മിണ്ടാതിരുന്നു കേട്ടോ. യെസ് പല സ്പ്രേ. വല്യച്ഛൻ എന്തു പിന്നെ ഹായ്. നിധി, രാഹുല്, മാളു. ഓക്കെ, അപ്പൊ എല്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഓക്കെ, അൺബോക്സിംഗ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ സഭ പിരിച്ചുവിട്ടിരിക്കുന്നു. ഓക്കെ, പിരിച്ചു വിട്ടിട്ടില്ല, തിരിച്ചു വിട്ടിട്ടില്ല. ഫുഡുണ്ട്, പൊറോട്ട ഒക്കെ വാങ്ങിക്കണം. അമ്മയുടെ വക ചിക്കൻ കറി അമ്മ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. അതൊന്നും അറിഞ്ഞിട്ടില്ല. അടി 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 അടി. അപ്പൊ നമ്മുടെ സെലിബ്രേഷന്റെ ഭാഗമായിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞ് സെറ്റായി. ഇനി ഒരു ഗെയിമിംഗ് കോമ്പറ്റീഷൻ ആണ്. അച്ഛനും അമ്മയും റെഡിയാണ്. ചേട്ടന്റെ കുറെ ഇഷ്ടങ്ങൾ നമ്മൾ ചോദിക്കും. അപ്പൊ കറക്റ്റ് ആയിട്ട് ആരും ഉത്തരം പറയുന്നത് നോക്കാം. ഓക്കെ, ഗെയിമിലോട്ട് പോവാം. ഓക്കെ അല്ലേ എല്ലാരും? അപ്പൊ ഫസ്റ്റ് ചോദ്യം, കണ്ണന്റെ പ്രിയപ്പെട്ട ഫുഡ് ഏതാണ്? ഞാൻ 4 ഓപ്ഷൻ തരാം. ചോറ്, ബിരിയാണി, കുഴിമന്തി, പൊറോട്ട, ചിക്കൻ. എഴുതിക്കോ. കറക്റ്റ് ഉത്തരം. അച്ഛൻ്റെ എഴുതിക്കോ. അപ്പൊ എഴുതിയിട്ടുണ്ട്, കാണിച്ചോ. അപ്പൊ ഉത്തരം കാണിച്ചോ. അമ്മ ചോറ് എഴുതി, അച്ഛൻ പൊറോട്ട ചിക്കൻ എഴുതി. പക്ഷെ ഉത്തരം രണ്ടുമല്ല, ബിരിയാണിയാണ്. അവരെ പറ്റിച്ചുകൊണ്ട് ബിരിയാണി. അപ്പൊ ഫേവറേറ്റ് കളർ എഴുതിയിട്ടുണ്ട്. എല്ലാരും കാണിച്ചോ. അമ്മ മഞ്ഞ, അച്ഛൻ നീല. ഉത്തരം നീല. അച്ഛൻ 1 പോയിന്റ് കിട്ടി. ഞാൻ അടുത്ത ചോദ്യം മിണ്ടല്ലേ. അടുത്ത ചോദ്യം, ഫേവറേറ്റ് മലയാളം ആക്ടർ, ഇഷ്ടപ്പെട്ട നടൻ, ഇഷ്ടപ്പെട്ട സിനിമാ നടൻ ആരാണെന്നാണ്. ഇഷ്ടപ്പെട്ട സിനിമാ നടൻ നമുക്ക് നോക്കാം ആരാണെന്ന്. ഇഷ്ടപ്പെട്ട സിനിമാ നടൻ. 2 പേര് എഴുതിയിട്ടുണ്ട്, കാണിച്ചോ. അമ്മ എഴുതിയിരിക്കുന്നത് വിജയ്, അച്ഛൻ എഴുതിയിരിക്കുന്നത് മോഹൻലാൽ. ഉത്തരം മോഹൻലാൽ. അടുത്ത ചോദ്യം, 4ാമത്തെ ചോദ്യം, സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ചേട്ടന്റെ ഇഷ്ടമുള്ള സബ്ജക്റ്റ് ഏത് വിഷയമാണെന്ന് ചേട്ടന് ഏറ്റവും ഇഷ്ടം. ചേട്ടന് ഇഷ്ടമുള്ള വിഷയം ഏതാന്ന്, പഠിക്കാൻ ഇഷ്ടമുള്ള വിഷയം. അപ്പം 2 പേരും ഉത്തരം എഴുതിയിട്ടുണ്ട്. അമ്മയുടെ ഉത്തരം കാണിച്ചേ, നല്ലപോലെ കാണിക്കേ. കണക്ക്, മാത്സ്. അപ്പൊ ആദ്യമായിട്ടും എല്ലാ ഉത്തരം ശരിയാണ്. മാത്സ് 3 പേർ, അങ്ങനെ 2 പേരും ഉത്തരം ശരിയാണ്. അടുത്ത 5ാമത്തെ ചോദ്യം, ചേട്ടന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള കുഞ്ഞിലെ തൊട്ടുള്ള കൂട്ടുകാരൻ, ഇഷ്ടപ്പെട്ട കൂട്ടുകാരൻ, നാട്ടിലുള്ള കൂട്ടുകാരൻ, ഏറ്റവും അടുത്ത കൂട്ടുകാരൻ, നാട്ടിലുള്ള ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആര് എഴുതിയിട്ടുണ്ടോ? എഴുതിയിട്ടുണ്ട്. അമ്മയുടെ ജയൻ, അച്ഛൻ എഴുതിയിരിക്കുന്നത് ഗിരീഷ്. ഉത്തരം ജയൻ. അമ്മയ്ക്ക് പോയിട്ട് അച്ഛനത് പോയിട്ടുണ്ട്. അപ്പൊ അടുത്ത ചോദ്യം, ബാല്യകാലത്ത് അവധി ഉള്ള സമയത്ത് എവിടെ പോയി നിൽക്കാനാണ്, ഏത് റിലേറ്റീവ്സിന്റെ വീട്ടിൽ പോകാനാണ് ഇഷ്ടമെന്ന്. ചേട്ടന് ഏത് റിലേറ്റീവിന്റെ വീട്ടിൽ പോകാനാണ് ഇഷ്ടമെന്ന്, അതാണ് ചോദ്യം. എവിടെ പോകാനാണ് ഇഷ്ടം ചെറുപ്പകാലത്ത്? എഴുതി. അമ്മയുടെ ഹരിപ്പാട് എഴുതി, അച്ഛൻ ഹരിപ്പാട്. അങ്ങനെ എല്ലാം ശരിയാണ്. ഉത്തരം എല്ലാം ശരിയാണ്, ഹരിപ്പാട്. അടുത്ത, ചേട്ടന് പഠിച്ച വിദ്യാലയങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്കൂള്, പഠിച്ച സ്ഥലങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്കൂള്. കുറെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് കുഞ്ഞില്. സ്കൂൾ മാത്രം. അപ്പൊ എഴുതിയിട്ടുണ്ടോ? അച്ഛൻ എഴുതിയിട്ടുണ്ട്. ഇനി അച്ഛന്റെ ഉത്തരം കൊണ്ട് നമ്മൾ വെയിറ്റിംഗ് ആണ്. അമ്മ കാർത്തിപ്പള്ളി സെന്റ് തോമസ് എഴുതിയിരിക്കുന്നു, അച്ഛൻ
HSS മുതുകുളം ചെയ്തിരിക്കുന്നു. പക്ഷെ ഉത്തരം സെന്റ് തോമസ് കാർത്തികപ്പള്ളി. അമ്മയ്ക്ക് പോയിന്റ്. ഓ അമ്മ കൊറേന്ന് അമ്മ കൊറേ നിൽക്കുമായിരുന്നു. ഓടി കണ്ട് കേറി. ഇനി അടുത്ത ചോദ്യം, ചേട്ടൻ ഇത്രയും നാള് ജോലി ചെയ്തതിൽ ഇഷ്ടപ്പെട്ട ജോലി സ്ഥലം, ഇത്രയും നാള് ജോലി ഇഷ്ടപ്പെട്ട പ്ലേസ്. കുറെ ജോലി ചെയ്തിട്ടുണ്ട്. ഇനി കാണിച്ചേ. അച്ഛൻ ജാക്സൺ എഴുതിയിട്ടുണ്ട് എറണാകുളത്ത്, അമ്മ രശ്മി എഴുതിയിട്ടുണ്ട്. ഇപ്പം കറന്റ് വർക്കിംഗ് രശ്മിയിലാണ്. പക്ഷെ ചേട്ടന് ഏറ്റവും ഇഷ്ട സ്ഥലം ജീവനാണ്. ജീവൻ ടിവിയിലാണ്. അപ്പം അടുത്ത ചോദ്യം, ചേട്ടന് എന്തായിരിക്കും ഏറ്റവും വലിയ ലക്ഷ്യം? എന്തായിരിക്കും ഏറ്റവും വലിയ ലക്ഷ്യം എന്നുള്ളത്? ആഗ്രഹം, ലക്ഷ്യം എന്തായിരിക്കും? ഇനിയുള്ള ഒരു ആഗ്രഹം എന്തായിരിക്കും എന്നുള്ളതായിരിക്കും. എന്തെങ്കിലും അവിടേക്ക്. ഇനി അച്ഛന് എഴുതാനില്ല. അമ്മയുടെ ഉത്തരം ബിസിനസ്. ഉത്തരം അമ്മ ശരിയാക്കി. അമ്മ പൊളിച്ചടിക്ക്. ഓ, ഇനി ഇതൊരു ഫണ്ണി ചോദ്യമാണ്. ഫണ്ണി ആയിട്ടുള്ള ചോദ്യമാണ്. പഠിക്കുന്ന കാലത്ത് ചേട്ടന് പ്രേമം ഉണ്ടായിരുന്നോ എന്ന് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? എന്തെങ്കിലും ചേട്ടന് പ്രേമം ഉണ്ടായിരുന്നോ തോന്നിയിട്ടുണ്ടോ പഠിക്കുന്ന കാലത്ത്? നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ കണ്ണന് വല്ല പ്രേമം ഉണ്ടോ ഇനി എന്ന് വല്ലതും തോന്നിട്ടോ പഠിക്കുന്ന സമയത്ത്? അല്ല 10ലോ +2ലോ ഡിഗ്രിക്കോ ഒക്കെ പഠിക്കുന്ന സമയത്ത്? ഉണ്ട്. ഇല്ല, അച്ഛന് പാവമാണ്. അച്ഛന്റെ പ്രശ്നം പറഞ്ഞാൽ അച്ഛൻ രാവിലെ 5:30 പോകുന്നതാണ്. പിന്നെ വീട്ടിൽ വന്ന് ചേർന്ന് ചെല്ലുമ്പോ 10 മണി 12 മണിയൊക്കെ ആവും. അപ്പൊ അച്ഛനില്ലെന്ന്. പക്ഷെ ഉത്തരം ചേട്ടൻ പറയുന്നത് ഉണ്ടെന്നായിരുന്നു. ഇവർക്ക് തോന്നിയിട്ടുണ്ട് എന്ന് ചേട്ടന് ഡൗട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഈ ഫണ്ണി സെഗ്മെന്റിലെ 2 ചോദ്യം കൂടെ ബാക്കി. ഇവർ 2 ചോദ്യം. ചേട്ടന് ഇഷ്ടപ്പെട്ട ജ്യൂസ് ഏത്? എന്ത് ജ്യൂസ് ആയിരിക്കും? ഇപ്പോഴത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട ജ്യൂസ്, ഇപ്പോഴത്തെ ഫേവറേറ്റ് ജ്യൂസ് എന്താണ്? ആലോചനയാണ്. ചിന്തയില് എഴുതിയിട്ടുണ്ട്. രണ്ടുപേരും എഴുതിയിട്ടുണ്ട്. അമ്മ പാൽ സർബത്ത് എഴുതിയിട്ട് അച്ഛൻ ഷാർജ എഴുതിയിട്ടുണ്ട്. ഇത് രണ്ടുമല്ല, ക്യാരറ്റ് ജ്യൂസ് ആണ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചോദ്യം. ഇതോടുകൂടി നമ്മള് ഈ സെഗ്മെന്റ് വൈൻഡപ്പ് ചെയ്യുകയാണ്. ചേച്ചി ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതായിരിക്കും ചേട്ടന്? ചേച്ചി വെക്കുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തായിരിക്കും? എന്താണെന്ന് ഇഷ്ടമുള്ള ചേട്ടന് ഇഷ്ടമുള്ളത് നമ്മൾ എഴുതിയാ മതി. എന്തായിരിക്കും? ഏതെങ്കിലും ഒരു കറി എഴുതു. അല്ല, ഇഷ്ടമുള്ള എന്തേലും, നോൺ വെജോ വെജോ ഏതായാലും കുഴപ്പമില്ല. എന്തെങ്കിലും. അപ്പം തട്ടിക്കോളും, കുഴപ്പമില്ല. അപ്പം രണ്ടുപേരും മീൻ കറിയാണ് എഴുതിയത്. പക്ഷെ ഉത്തരം ചിക്കൻ കറിയാണ്. അപ്പൊ നമ്മള് ഈ സെഗ്മെന്റ് സെറ്റ് ആയിട്ടുണ്ട്. അടിപൊളിയല്ലായിരുന്നോ? അപ്പം കുഞ്ഞുണർന്നിട്ടുണ്ട്. കുഴപ്പമില്ല. കുഞ്ഞുണർന്നതിന്റെ ഇടയിൽ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പൊ ഒരു അടിപൊളി ഫൺ സെഗ്മെന്റും സെലിബ്രേഷൻ സസ്പെൻസും ആയിട്ടുള്ള അടിപൊളി ഒരു ദിവസമായിരുന്നു. അപ്പം ഓക്കെ. അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്നവര് സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദി. അതുപോലെ തന്നെ നമ്മുടെ പേജ്, നമ്മുടെ ചാനല് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ശരി, ഓക്കെ, ബൈ. എല്ലാവരും ബൈ പറഞ്ഞേരെ.